ഹായ്, കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും ക്രിസ്പറിനെ കുറിച്ച്. 2020 കെമിസ്ട്രിക്കുള്ള നോബൽ സമ്മാനം ഇമ്മാനുവൽ ഷാർപ്പൻറ്റിയറിനും ജെനിഫർ ഡൗഡ്നയ്ക്കും ലഭിച്ചത് ക്രിസ്പർ കാസ്9 കണ്ടെത്തിയതിനായിരുന്നു. ഫോർ റീറൈറ്റിംഗ് ദ കോഡ് ഓഫ് ലൈഫ്. ക്രിസ്പർ സിമ്പിളാണ്, പവർഫുള്ളുമാണ്. അപ്പോൾ എന്താണ് ക്രിസ്പർ? ക്രിസ്പറിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം ജനിതക ശാസ്ത്രത്തിൻ്റെ ബേസിക്സ് നോക്കാം. അത് അറിയാവുന്നവർക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. കാര്യങ്ങൾ കുറച്ച് വിശദീകരിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറഞ്ഞു പോണത്. എല്ലാവർക്കും അറിയാം, നമ്മളുടെ ജനിതകമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഉള്ളത് DNA-യിലാണെന്ന്. ഈ DNA ഉള്ളത് കോശത്തിൻ്റെ മർമ്മത്തിലാണ്. ഈ DNA-യിലുള്ള കോഡ് നിർമ്മിച്ചിരിക്കുന്നത് അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ എന്നീ 4 തന്മാത്രകൾ വെച്ചിട്ടാണ്. ഈ 4 തന്മാത്രകളുടെ പല കോമ്പിനേഷനുകൾ ഒരു വരിയിൽ ചേർത്ത് വെക്കുമ്പോഴാണ് ഒരു ജീനാവണത്. ആ കോശം എന്ത് ചെയ്യണം, എന്ത് നിർമ്മിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ DNA-യിലുള്ള ജീനുകളാണ്. ഒരു ജീവിയുടെ മൊത്തം ജീനുകളെയാണ് ജീനോം എന്ന് വിളിക്കുന്നത്. ആവശ്യം വരുമ്പോൾ ഈ DNA നോക്കി പ്രോട്ടീനുകളോ തന്മാത്രകളോ ചിലപ്പോൾ മെസ്സഞ്ചർ RNA എന്ന് വിളിക്കുന്ന RNA ഒക്കെ ഉണ്ടാക്കിയിട്ട് പല ഭാഗത്തേക്ക് അയക്കും. അങ്ങനെ DNA ബുക്കിൽ എഴുതി വച്ചിരിക്കുന്നത് വായിച്ചെടുക്കുന്ന പണീനെയാണ് ട്രാൻസ്ക്രൈബ് എന്ന് വിളിക്കുന്നത്. DNA ഉണ്ടാക്കുമ്പോൾ ചില അക്ഷരത്തെറ്റൊക്കെ വരും. അത് കണ്ടുപിടിച്ച് തിരുത്താനും നമ്മുടെ കോശത്തിൽ മെക്കാനിസം ഉണ്ട്. അപൂർവം ചിലത് തിരുത്താതെ പോകും. അതാണ് മ്യൂട്ടേഷനുകൾ. ചില കെമിക്കലുകൾ, അയണൈസിങ് റേഡിയേഷൻ, ചില വൈറസുകൾ ഒക്കെ വഴി മ്യൂട്ടേഷനുകൾ വരാറുണ്ട്. ചിലത് നല്ലതാവും, ചിലത് പ്രശ്നം ഉണ്ടാവും. അതിൽ നല്ല മ്യൂട്ടേഷനുകൾ ആ ജീവിക്ക് നിലനിൽക്കാൻ സഹായിക്കും. അല്ലാത്തത് പ്രകൃതി നിർദ്ധാരണം വഴി ആ ജീവിയും ഒപ്പം ആ മ്യൂട്ടേഷൻ വന്ന ജീനും നശിച്ചു പോകും. മനുഷ്യരുടെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ ജനിതക മാറ്റം വരുത്തിയെടുക്കുന്ന ജീവികളെയാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം, GMO എന്ന് വിളിക്കുന്നത്. ഒരുപാട് സമരങ്ങൾ നടന്നിരുന്നു GMOക്കെതിരെ. നിങ്ങൾ GMO കണ്ടിട്ടുണ്ടോ? ഏകദേശം 20,000-ഓളം വർഷം മുമ്പ് കാട്ടിലെ ചെന്നായ എടുത്തിട്ട് വളർത്തി അതിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സ്വഭാവത്തിലും രൂപത്തിലൊക്കെ മാറ്റം വരുത്തി 100 കണക്കിന് ഇനം വളർത്തുനായ്ക്കളെ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തതാണ്. 10,000 വർഷം മുമ്പ് നമ്മൾ വളർത്തി തുടങ്ങി രൂപമാറ്റം വരുത്തിയെടുത്തതാണ് വാഴപ്പഴം. ഞാനില്ലേ, അത് ഞാനല്ല, ഞാൻ എവിടെയോ ആണ്. കാട്ടിലെ യഥാർത്ഥ രൂപം ഇതല്ല, നിറച്ച് കുരുവാണ്. നമുക്കിങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല. അതുപോലെ രാജ്യങ്ങൾ പറന്ന് നടന്ന് ദേശാടനം നടത്തിയിരുന്ന മല്ലാട് എന്ന് വിളിക്കുന്ന കാട്ടുതാറാവിന്ന് ഇന്നത്തെ പറക്കാൻ പറ്റാത്ത താറാവിനെ ഉണ്ടാക്കിയെടുത്തതും സെലക്റ്റീവ് ബ്രീഡിംഗ് വഴിയാണ്. അങ്ങനെ പശു, കോഴി, ആട്, പൂച്ച, അലങ്കാര മത്സ്യങ്ങൾ, ക്യാരറ്റ്, ചോളം, പഴങ്ങൾ, പച്ചക്കറികൾ എല്ലാം ഇങ്ങനെ മനുഷ്യൻ ജനിതക മാറ്റം വരുത്തി ഉണ്ടാക്കിയെടുത്ത ജീവികളാണ്. സെലക്റ്റീവ് ബ്രീഡിംഗ് നമ്മളെ പല രീതിയിൽ സഹായിക്കാനോ, മാംസത്തിൻ്റെ അളവ് കൂട്ടാനോ, ഗുണം വർദ്ധിപ്പിക്കാനോ, പ്രൊഡക്ഷൻ കൂട്ടാൻ, മറ്റു രോഗങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ, ചിലപ്പോൾ ഭംഗി കൂട്ടാൻ, നമുക്ക് നല്ലതെന്ന് തോന്നിയതിനെ എടുത്ത് ബ്രീഡിങ് ചെയ്യിച്ച് അതിൻ്റെ കുട്ടികളിൽ നിന്ന് സ്വഭാവം, രൂപം, ഗുണം ഒക്കെ നോക്കി വീണ്ടും തിരഞ്ഞെടുത്ത് നമുക്ക് വേണ്ട ജീവിയെ ഉണ്ടാക്കിയെടുക്കും. പക്ഷെ ഒരുപാട് സമയമെടുക്കും. പിന്നീട് 1952 റോസ്ലിൻ ഫ്രാങ്ക്ലിൻ DNA-യുടെ രൂപം കണ്ടെത്തിയതിന് ശേഷമാണ് ഈ ജനിതക മോഡിഫിക്കേഷൻ്റെ സമയം കുറയ്ക്കാനുള്ള വഴികൾ നോക്കി തുടങ്ങിയത്. 1973 ജനിതക എഞ്ചിനീയറിംഗ് വഴിയുള്ള ആദ്യ GMO ബാക്ടീരിയനെ ഉണ്ടാക്കി. 1978 മനുഷ്യൻ്റെ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ജീനെടുത്ത് ബാക്ടീരിയയിൽ വെച്ച് പ്രമേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ട ഇൻസുലിൻ ഉണ്ടാക്കാൻ തുടങ്ങി. BT ബാക്ടീരിയയുടെ ജീനെടുത്ത് പ്രാണികളെ ബാധിക്കാത്ത BT ചെടികൾ ഉണ്ടാക്കിയെടുത്തു. അതിനുള്ള ഒരുപാട് രീതികൾ കണ്ടെത്തി. കെമിക്കലുകൾ വെച്ച്, ഇലക്ട്രിക് കറണ്ട് വെച്ച്, ജീൻ ഗൺ വെച്ച്, വെക്ടർ എന്ന് വിളിക്കുന്ന വൈറസിൻ്റെ ബോഡി വെച്ച് ഒക്കെ ജനറ്റിക് എഞ്ചിനീയറിങ്ങിനുള്ള പല രീതികളും വികസിപ്പിച്ചെടുത്തു. അതിൽ ഏറ്റവും പുതിയതും ഏറ്റവും എഫിഷ്യൻ്റ് ആയ രീതിയാണ്
2012 കണ്ടെത്തിയ ക്രിസ്പർ കാസ്9. മറ്റു രീതികളെ വെച്ച് 4 മടങ്ങ് എഫിഷ്യൻ്റ് ആണിത്. ഈ കൊളൈ ബാക്ടീരിയയിലാണ് ഈ ടെക്നോളജി ആദ്യം കണ്ടത്. അതിൻ്റെ DNA നോക്കിയപ്പോൾ ഒരു 20-25 കോഡുകൾ പാലിൻഡ്രോമിക് സീക്വൻസ് ആയി കണ്ടു. പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ 2 വശത്തുനിന്ന് വായിക്കാവുന്ന വാക്കുകൾ. ഉദാഹരണത്തിന് കത്രിക, ഇവിടെ നിന്ന് വായിച്ചാലും ഇവിടെ നിന്ന് വായിച്ചാലും ഒരുപോലെ വായിക്കാം. മലയാളം ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ ഒരു പാലിൻഡ്രോമാണ്. DNA ഇങ്ങനെ ചില പാലിൻഡ്രോം സീക്വൻസുകൾ പലവട്ടം റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. എല്ലാം ഒരേ കോഡ് തന്നെ, പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു ബന്ധവുമില്ലാത്ത ചില കോഡുകളും കണ്ടു. ഇതിനെ നമ്മൾ സ്പേസർ DNA എന്ന് ആദ്യം വിളിച്ചു. ഇതിനെ മൊത്തത്തിലാണ് നമ്മൾ ക്രിസ്പർ എന്ന് വിളിച്ചത്. ക്ലസ്റ്റേർഡ് റെഗുലർലി ഇന്റർസ്പേസ്ഡ് ഷോർട്ട് പാലിൻഡ്രോമിക് റിപ്പീറ്റ്സ്, ക്രിസ്പർ. 80കളിലും 90കളിലും പല ശാസ്ത്രജ്ഞരെയും ഇത് ആശ്ചര്യപ്പെടുത്തിയിരുന്നു. പക്ഷേ 2000 ഇതിൻ്റെ ഗുട്ടൻസ് പിടികിട്ടി. ഈ സ്പേസർ DNA ഉണ്ടല്ലോ, അതാണ് സ്പെഷ്യൽ. ഈ സ്പേസർ DNA കൃത്യമായി ചില വൈറസുകളുടെ DNA ആയിട്ട് സാമ്യമുണ്ടെന്ന് കണ്ടു. ബാക്ടീരിയകളെ മാത്രം ബാധിക്കുന്ന വൈറസാണ് ബാക്ടീരിയോഫേജ്. അങ്ങനെ ഓരോ സ്പേസർ DNAക്കും ഓരോ ഫേജിൻ്റെ DNA ആയിട്ട് സാമ്യം കണ്ടു. ഒപ്പം ക്രിസ്പറിന് മുൻപായിട്ട് ചില പ്രത്യേക ജീനുകൾ കണ്ടെത്തി. എപ്പോഴും ഈ ജീനുകൾക്ക് ശേഷമായിരിക്കും ക്രിസ്പർ DNA ഉണ്ടായിരിക്കാം. അതിനെ ക്രിസ്പർ അസോസിയേറ്റഡ് ജീൻ, കാസ് ജീൻ എന്ന് വിളിച്ചു. ഈ ജീനുകൾ നിർമ്മിക്കുന്ന പ്രോട്ടീനിനെ കാസ് പ്രോട്ടീൻ എന്ന് പേരിട്ടു. ഈ കാസ് പ്രോട്ടീനുകൾ DNA ചുരുളഴിച്ച് മുറിക്കണതായിട്ട് കണ്ടു. നമ്മുടെ ശരീരത്തിൽ വാക്സിൻ വഴി നമ്മുടെ ശ്വേതരക്താണുക്കൾക്ക് വില്ലന്മാരായിട്ടുള്ള വൈറസുകളെ കാണിച്ചു കൊടുക്കുന്ന പോലെ ബാക്ടീരിയകൾ അതിൻ്റെ വൈറസിനെതിരെ ഉപയോഗിക്കുന്ന ഒരു പ്രതിരോധ പ്രവർത്തനമാണ് ക്രിസ്പർ കാസ്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ബാക്ടീരിയ. അതിൽ അതിൻ്റെ DNA ഉണ്ട്. DNA ക്രിസ്പർ DNA ഉണ്ട്. ഒരു ഫേജ് വന്ന് അതിൻ്റെ DNA ഇഞ്ചെക്റ്റ് ചെയ്താൽ സാധാരണ ലിറ്റിക് സൈക്കിൾ വഴിയോ ലൈസോജനിക് സൈക്കിൾ വഴിയോ പെട്ടെന്ന് പെരുകി പുതിയ വൈറസുകൾ ഉണ്ടായി ആ ബാക്ടീരിയനെ നശിപ്പിച്ച് പുറത്തു വരും. അതാണ് സാധാരണ നടക്കുക. ലിറ്റിക് സൈക്കിളും ലൈസോജനിക് സൈക്കിളും എന്താണെന്നറിയാൻ ഈ വീഡിയോ കണ്ടാൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷേ ക്രിസ്പർ കാസ് സിസ്റ്റമുള്ള ബാക്ടീരിയനെ ഒരു വൈറസ് അറ്റാക്ക് ചെയ്യുമ്പോൾ കാസ് പ്രോട്ടീൻ ഉണ്ടാക്കും. ഒപ്പം ക്രിസ്പർ DNA നിന്ന് ആ വൈറസിൻ്റെ സമാനമായിട്ടുള്ള ക്രിസ്പർ RNA ഉണ്ടാക്കിയിട്ട് അത് ഈ കാസ് പ്രോട്ടീൻ്റെ ഉള്ളിൽ വയ്ക്കും. പിന്നെ ആ കോഡ് നോക്കി വൈറസിൻ്റെ DNA കണ്ടുപിടിച്ച് നശിപ്പിച്ച് കളയും. ഇനി പുതിയൊരു വൈറസ് ആണെങ്കിലോ വേറൊരു കാസ് പ്രോട്ടീൻ ഉണ്ടാക്കി വൈറസ് DNA കോപ്പി ചെയ്ത് ക്രിസ്പറിൽ ചേർക്കും. സോ ബാക്ടീരിയയുടെ ഈ ഒരു പരിപാടി നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന കണ്ടുപിടുത്തത്തിനാണ് 2020 കെമിസ്ട്രി നോബൽ സമ്മാനം. നമുക്കെങ്ങനെ ഉപകാരപ്പെടുന്നത്? ഇതാണ് കാസ്9 പ്രോട്ടീൻ. എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. പലതരം കാസ് പ്രോട്ടീനുകളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ടതാണ് കാസ്9. ഇതിന് പ്രധാനമായി ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെയാണ് DNA മുറിക്കണത്. എവിടെ മുറിക്കണമെന്ന് കാണിച്ചു കൊടുക്കുന്നത് അതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗൈഡ് RNA ആണ്. ഇതാണ് നമുക്ക് മുറിക്കേണ്ട DNA. അതിൻ്റെ മുറിക്കേണ്ട ഭാഗത്തിനെ ചേർത്ത് പിടിക്കാവുന്ന ഗൈഡ് RNA ഉണ്ടാക്കി കാസ്9 പ്രോട്ടീനിൽ വച്ച് കോശത്തിലേക്ക് വിടും. ക്രിസ്പർ കൃത്യമായ സ്ഥലത്ത് ബൈൻഡ് ചെയ്ത് അവിടെ മുറിക്കും. DNA മുറിഞ്ഞ കോശത്തിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പയർ മെക്കാനിസം ചില കോഡുകളൊക്കെ കൂട്ടിച്ചേർത്ത് അവിടെ ശരിയാക്കും. അതോടെ അവിടെ പുതിയൊരു മ്യൂട്ടേഷൻ സംഭവിക്കും. അങ്ങനെ നമുക്ക് രോഗം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ പ്രശ്നമുള്ളതോ ആയ ഒരു ജീൻ ഇങ്ങനെ ഓഫ് ചെയ്യാം. ഇനി മുറിക്കുന്നതിൻ്റെ ഒപ്പം ഒരു RNA കൂട്ടിച്ചേർത്താൽ സെല്ലിൻ്റെ മെക്കാനിസം വന്ന് ബാക്കി പൂരിപ്പിച്ചോളും. അങ്ങനെ നമുക്ക് പുതിയൊരു ജീൻ ആ DNAയിൽ കൂട്ടിച്ചേർക്കാം. നമ്മുടെ ചുവന്ന രക്തകോശങ്ങളെ ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ജീനാണ് HBB ജീൻ, ഹീമോഗ്ലോബിൻ ജീൻ. അതിലൊരു ഭാഗത്ത് ഒരു പോയിന്റ് മ്യൂട്ടേഷൻ വരുന്നതാണ് സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം ഉണ്ടാക്കാൻ കാരണം. അവിടെ ഈ സിസ്റ്റം ഉപയോഗിച്ച് റിപ്പയർ ചെയ്ത ആ രോഗം ഭേദമാക്കാം. ഇനി കാസ്9ൻ്റെ ഒപ്പം ആക്ടിവേറ്റർ തന്മാത്രകൾ ചേർത്ത് വെച്ച DNAയുടെ ആ ഭാഗം ഒരുപാട് തവണ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ജീൻ ട്രാൻസ്ക്രൈബ് ചെയ്യാതിരിക്കാൻ അവിടെ നമുക്ക് ബ്ലോക്കറുകൾ കൊണ്ടുവയ്ക്കാം. മറ്റൊരാശയം, ക്രിസ്പറിൽ ഫ്ലൂറസൻ പെയിൻറ് ചേർത്താൽ ആ ജീനിൻ്റെ ലൊക്കേഷൻ DNAയിൽ കൃത്യമായിട്ട് കണ്ടെത്താൻ ഉപയോഗിക്കാം.
വേണമെങ്കിൽ ക്രോമസോമിനെ മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്യാം. ക്രിസ്പർ ചിപ്പുകൾ മറ്റൊരു കണ്ടെത്തലാണ്. ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ്. അതിൽ ഗ്രാഫൈറ്റ് പ്രതലത്തിൽ വെച്ചിരിക്കുന്ന ക്രിസ്പർ RNA അതിന് സമാനമായ DNA കണ്ടെത്തിയാൽ അതിൽ സിഗ്നൽ തരും. മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേക ജീൻ ഉണ്ടോ എന്ന് നോക്കാൻ ഇതുകൊണ്ട് സാധിക്കും. കോവിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ ഗൈഡ് RNA വച്ചിട്ടുള്ള കൂടുതൽ എഫിഷ്യൻ്റായ ക്രിസ്പർ ഡിറ്റക്ടറുകൾ വികസിപ്പിച്ചു. അത് റാപ്പിഡ് ടെസ്റ്റ് കിറ്റാണ്. സാധാരണ റാപ്പിഡ് ടെസ്റ്റ് കിറ്റിൽ ആൻറ്റിബോഡി ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഇതിൽ നമുക്ക് നേരിട്ട് വൈറസിൻ്റെ RNA ഉണ്ടോ എന്ന് തന്നെ കണ്ടെത്താം. പിന്നീട് ലൈറ്റ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാവുന്ന ക്രിസ്പർ സിസ്റ്റം വികസിപ്പിച്ചു. ഇപ്പോഴും പുതിയ കണ്ടെത്തലുകൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മൾ ആൻറ്റി ക്രിസ്പർ പ്രോട്ടീനുകൾ കണ്ടെത്തി. ബാക്ടീരിയ ഇവോൾവ് ചെയ്യുന്നതിനൊപ്പം തന്നെ വൈറസുകളും ഇവോൾവ് ചെയ്യുന്നുണ്ട്. വൈറസിനെ നശിപ്പിക്കാൻ വേണ്ടി ബാക്ടീരിയ ക്രിസ്പർ നിർമ്മിച്ചപ്പോൾ അതിനെ ചേർക്കാൻ വൈറസുകൾ ആൻറ്റി ക്രിസ്പർ പ്രോട്ടീനുകൾ കൂടെ ചേർത്തു. അത് ക്യാസ് സിസ്റ്റത്തിൽ വന്ന് അറ്റാച്ച് ചെയ്ത് പല രീതിയിൽ ക്രിസ്പർ പ്രവർത്തിപ്പിക്കാതെയാക്കി. ചിലത് ടാർഗറ്റ് DNAയിൽ ബൈൻഡ് ചെയ്യുന്നത് തടയും, ചിലത് ടാർഗറ്റ് DNA കണ്ടെത്തുന്നത് തന്നെ തടയും. ഇന്ന് ആ മെക്കാനിസം കൂടി നമ്മൾ ക്രിസ്പറിൻ്റെ ഒപ്പം അതിൻ്റെ ആക്യുറസി കൂട്ടാനും ക്രിസ്പർ തൽക്കാലത്തേക്ക് ഓഫ് ഓൺ ചെയ്യാനൊക്കെ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തി. ക്രിസ്പർ സിമ്പിളാണ്. നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന DIY കിറ്റുകൾ ഓൺലൈനിൽ കിട്ടും. നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ ഈസ്റ്റിനെ ജനിതക മാറ്റം വരുത്തി ഇരുട്ടിൽ തിളങ്ങുന്ന ഈസ്റ്റ് ആക്കാം. ബാക്ടീരിയകളെ മാറ്റാം. ക്രിസ്പറിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൂ. അതിൻ്റെ സാധ്യതകൾ അനന്തമാണ്. നിങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ ഇതിനിപ്പോൾ കഴിയും. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി. ഉപയോഗിക്കുന്നവരുടെ എത്തിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. 2020 ഒക്ടോബർ 20 വേൾഡ് ക്രിസ്പർ ഡേ ആയിട്ട് ആചരിക്കുകയാണ്. സിന്തഗോ എന്ന കമ്പനി നടത്തുന്ന വെബിനാറിൽ നല്ല ഒരുപാട് ക്ലാസ്സുകളുണ്ട്. നോബൽ സമ്മാന ജേതാവ് ജെനിഫർ ഡൗണിയാണ് കീനോട്ട് അവതരണം. ഒക്ടോബർ 20-21 തീയതികളിലായിട്ട് ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ പുലർച്ചെ 1:30 വരെയാണ് ക്ലാസ്സുകൾ. ഞാൻ രജിസ്റ്റർ ചെയ്തു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ക്രിസ്പറുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ആർട്ടിക്കിളുകളും താഴെ ചേർത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഒപ്പം നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ശാസ്ത്ര വിഷയങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിൽ വീഡിയോ ഉണ്ടാക്കാൻ നോക്കാം. നിങ്ങളുടെ DNA-യുടെ 8% വൈറസ് DNA ആണെന്ന് നിങ്ങൾക്കറിയൂ. മനുഷ്യരടക്കം എല്ലാ സസ്തനികളിലും പ്രസവിക്കാൻ തുടങ്ങിയത് ഈ വൈറസിൻ്റെ DNA കാരണമാണ്. അല്ലെങ്കിൽ നമുക്ക് മുട്ടയിട്ട് അടയിരുന്നാൽ മതിയായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ കണ്ടാൽ മതി. സോ ബി ക്യൂരിയസ്. ബൈ. GMO.